എൻ്റെ പേര് പ്രീമ. ഞാൻ കുന്നംകുളത്തു നിന്നാണ് വരുന്നത്. 2022 മാർച്ചിൽ 9-ാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഇത് ഇപ്പം എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം പറയലാണ്. ആദ്യമായിട്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എനിക്ക് 8 വർഷമായിട്ട് സ്കിന്നിൻ്റെ ഒരു അലർജി ഉണ്ടായിരുന്നു, അതായത് സൺ അലർജി. ഒരുപാട് ഡോക്ടർമാരെ ഞാൻ കാണിച്ചു. ഏത് ഡോക്ടർ പറഞ്ഞാലും മരുന്ന് തൽക്കാലത്തിന് എഴുതി തരും. അത് കഴിഞ്ഞിട്ട് പറയും ഇത് മാറുന്ന അസുഖമല്ല, നിങ്ങൾക്കൊരു ആശ്വാസത്തിന് വേണ്ടി മാത്രം. ഞാൻ ആയുർവേദം, ഹോമിയോ, അതുപോലെ ഇംഗ്ലീഷ് പലതരം ഡോക്ടേഴ്സിനെ കാണിച്ചു. അങ്ങനെ എനിക്ക് മടുപ്പായി തുടങ്ങി. മുഖം പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നിറച്ച് കുരുക്കൾ പൊന്തും. മുഖത്ത് മാത്രമല്ല, തലയിലും ശരീരത്തിലെല്ലാം എടുത്തും. പിന്നെ അത് ചൊറിയാൻ തുടങ്ങും. അത് കഴിഞ്ഞ് അതിങ്ങനെ പൊട്ടി ഒലിച്ച് ആർക്കും കാണുമ്പോൾ ഇഷ്ടപ്പെടില്ല. ഒരു അറപ്പ് തോന്നുന്നൊരു മുഖമായിട്ടും ശരീരമായിരുന്നു എൻ്റെ. ഞാൻ പലപ്പോഴും ആളുകൾ എന്നെ കണ്ടിട്ട് നീങ്ങി നിൽക്കുന്നതായിട്ട് എനിക്കറിയാം. ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്നു അതെല്ലാം. അതിനുശേഷമാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുക്കാൻ വന്നത്. എൻ്റെ ഈ സ്കിൻ അലർജി ഒന്ന് മാറ്റിത്തരണം, മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് നന്നായി നടക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പേരിൽ. അങ്ങനെ ഞാനിവിടെ വന്നു, ഉടമ്പടി എടുത്തു, ഞാൻ പ്രാർത്ഥിച്ചു. പിന്നീട് എനിക്ക് ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് വഴി ശുശ്രൂഷ എനിക്ക് കിട്ടി. അപ്പോൾ അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് മാറ്റണമെന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ ഞാൻ മുഖത്ത് ഉള്ള കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ നിൻ്റെ തലയിലും നിറച്ച് കുരുക്കളും ഇതൊക്കെ ഉണ്ട് അല്ലേ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയാണ്, നല്ല ബുദ്ധിമുട്ടാണ് എനിക്ക്. അങ്ങനെ അച്ഛൻ്റെ കൈവെപ്പ് കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം എൻ്റെ സ്കിന്നിൻ്റെ ചൂട് അത് കുറഞ്ഞ് വന്നു തുടങ്ങി. പിന്നെ സ്കിന്നിൻ്റെ പ്രോബ്ലം കുറഞ്ഞ് അത് ഇപ്പോൾ പൂർണ്ണമായിട്ടും മാറി. ഞാൻ എൻ്റെ ഫോട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെയായിരുന്നു എൻ്റെ മുഖം കാണാനായിട്ട്, ഭയങ്കര ഇങ്ങനെയായിരുന്നു എൻ്റെ ഫേസ്. വളരെ അറപ്പ് തോന്നുന്നൊരു രീതിയിലായിരുന്നു. അതെല്ലാം പരിശുദ്ധ അമ്മ മാറ്റി എനിക്ക് പഴയതുപോലെ തന്നെ എൻ്റെ മുഖം എല്ലാതും, എൻ്റെ സ്കിന്നിൻ്റെ അലർജി ഫുള്ളായിട്ടും അമ്മ മാറ്റി തന്നു. പിന്നീട് രണ്ടാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടന് ഒരു പനി വന്ന് അത് കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായില്ല. പിന്നെ യൂറിൻ പോകാനുള്ളൊരു ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ചത്. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു കിഡ്നിക്ക് കാര്യമായിട്ടുള്ള തകരാറുണ്ട്, ഇവിടെ നിന്ന് ജൂബിലിക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ജൂബിലിയിൽ ചെന്ന് നോക്കുമ്പോൾ കിഡ്നി രണ്ടും ഡെഡാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഒന്നും ചെയ്യാനില്ല, 24 മണിക്കൂറിനുള്ളിൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ നോക്കട്ടെ, അറിയിക്കേണ്ടവരെല്ലാം നിങ്ങൾ അറിയിച്ചോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുമ്പോൾ മാതാവിൻ്റെ കാശുരൂപം കഴുത്തിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മാതാവിൻ്റെ തൈലവും തേനും, ഉടമ്പടി തൈലവും തേനും ഉപ്പും കൊടുത്തിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. അവിടെ ചെന്ന് ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യാനില്ല, ഉടമ്പടി തൈലവും തേനും ഇതിൻ്റെ ഫലമായിട്ട് BP വളരെ കുറവായിരുന്നു, 40നേക്കാളും താഴെയായിട്ടാണ് ആൾ പോയിരുന്നത്. അപ്പോൾ ഡയാലിസിസ് ചെയ്യാനും മറ്റൊന്നും സാധിക്കില്ല, ഡയാലിസിസ് ചെയ്താലാണ് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്ന് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഡോക്ടർ. അങ്ങനെ ഞങ്ങൾ കൃപാസനത്തിലേക്ക് വിളിച്ചു, ഇവിടെ പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചു. അപ്പോൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ മതി, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് എല്ലാം മാറിക്കഴിഞ്ഞാൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാം, ആളെ കൊണ്ടുവന്ന് സാക്ഷ്യം പറയാമെന്ന് ഞങ്ങൾ നേർന്നിരുന്നു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ പുലർച്ചെ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ BP മെല്ലെ കൂടി വരാൻ തുടങ്ങി. അതിനുശേഷം ഉച്ചയ്ക്ക് ആവാറായപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത്രയും കൂടിയാൽ പോരാ, ഇനിയും കൂടണം, എന്നാലാണ് ഡയാലിസിസ് ചെയ്യാൻ പറ്റുള്ളൂ. ഉച്ചയാകുമ്പോഴേക്കും വീണ്ടും BP കൂടി, ആൾക്ക് കുറച്ച് മാറ്റങ്ങൾ വന്നു തുടങ്ങി. അങ്ങനെ തന്നെ ഡയാലിസിസ് ചെയ്തു, ഒരെണ്ണം ചെയ്തു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രണ്ടാമത്തതും ചെയ്തു. പിന്നീട് പെട്ടെന്ന് തന്നെ 2 കിഡ്നിയും വർക്കിംഗ് ആയി തുടങ്ങി. മാതാവ് അത്രയും വലിയൊരു അനുഗ്രഹമാണ് തന്നത്. ജീവിതത്തിലേക്ക് ഞങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യത്തോടു കൂടെ ഞങ്ങൾക്ക് ചേട്ടനെ തിരിച്ചു തന്നു. പിന്നീട് ഞങ്ങളുടെ ഷോപ്പിൻ്റെ കാര്യമാണ് പറയാനുള്ളത്. ഷോപ്പ് പള്ളിവക ബിൽഡിങ്ങിലാണ് ഞങ്ങളുടെ ഷോപ്പുള്ളത്.
കാലങ്ങളായിട്ട് ഞങ്ങൾ അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം മറ്റുള്ള ഒരു 8 ഷോപ്പുകളുണ്ടായിരുന്നു, അവരെല്ലാവരും അതെല്ലാം പൂട്ടിപ്പോയി. ഞങ്ങളുടെ കട മാത്രമാണ് അവിടെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ വികാരിയച്ഛൻ വീട്ടിൽ വന്ന് പറഞ്ഞു, എല്ലാ കടകളും അടച്ചിരിക്കുകയാണ്, അപ്പോൾ ഇനി ആ ഒരു കട മാത്രമായിട്ട് ഞങ്ങളവിടെ വെക്കണില്ല, അതെല്ലാം മുഴുവനും പൊളിച്ച് കളയാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വേറെ വല്ല സ്ഥലവും അന്വേഷിച്ചോ, നമുക്ക് എന്താ വേണ്ടതെങ്കിൽ നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. കാരണം ഹസ്ബൻഡും ചേട്ടനൊക്കെ ഗൾഫിലായിരുന്നു. അവർ കൊറോണയുടെ ഇത് കാരണം ജോലി ഒക്കെ നഷ്ടപ്പെട്ടിട്ട് നാട്ടിലേക്ക് വന്നിട്ട് വീണ്ടും ഈ കട തുറന്നിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടിയിൽ അത് വെച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ വികാരി അച്ഛന് ഉയർന്നൊരു പോസ്റ്റ് കിട്ടി. അച്ഛൻ അവിടെ നിന്ന് മാറി, പകരം വേറൊരു അച്ഛൻ വന്നു. പിന്നെ കമ്മിറ്റി മാറി, എല്ലാവരും പെട്ടെന്ന് തന്നെ മാറി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മാതാവിൻ്റെ ഇടപെടലാണ്. മാതാവ് എനിക്ക് വേണ്ടി എന്തെങ്കിലും കരുതിയിട്ടുണ്ടാവുമെന്ന് കരുതി. അപ്പോഴാണ് ജോസഫ് അച്ഛൻ്റെ ധ്യാനം ഞാൻ എല്ലാ ആഴ്ചയും മുടങ്ങാതെ ഞാൻ കാണും. ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു, കട പൊളിച്ച് കളയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഫെബ്രുവരി 26, 27, 28 ദിവസങ്ങളിൽ നിങ്ങൾ ആ കടയിൽ കയറിയിരുന്നിട്ട് മാതാവിൻ്റെ കാശുരൂപമോ കൊന്തയോ എന്തെങ്കിലും കയ്യിലെടുത്ത് ഒരു 5 മിനിറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കണം, എന്തായാലും തുറക്കാതെ ഇരിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ഹസ്ബൻഡിനോട് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ ഞാൻ മനസ്സിൽ വെച്ചു, ആളിത് വിശ്വസിക്കുകയോ ആവോ മാതാവേന്ന്. അപ്പോൾ തന്നെ അച്ഛൻ ആരാധനയിലൂടെ പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് 3 ദിവസത്തിനുള്ളിൽ ഒരാൾ വന്ന് നിങ്ങളോട് പറയും ഈ കടയിൽ ഇരുന്നിട്ട് കാര്യമില്ല, ഇതെന്തായാലും പൊളിച്ച് കളയും, വേറെ അന്വേഷിച്ചേക്കെന്ന് പറയുന്നു. അപ്പോൾ ആദ്യത്തെ 1-ാമത്തെ ദിവസം കഴിഞ്ഞു, 2-ാമത്തെ ദിവസം കഴിഞ്ഞു, 3-ാമത്തെ ദിവസം ആളുടെ കൂട്ടുകാരൻ അവിടേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഈ കടയിൽ നീ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, വേഗം തന്നെ വേറെ കട അന്വേഷിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി അതിൽ മാതാവിൻ്റെ ഇടപെടലുണ്ട് എന്ന് മനസ്സിലാക്കി. പിന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിനെക്കുറിച്ചിട്ട്. പിന്നീട് പെട്ടെന്ന് തന്നെ പള്ളിയിൽ എല്ലാവരും മാറി. അതിനുശേഷം കമ്മിറ്റിയിൽ പുതിയ തീരുമാനം വന്നു, കടകളൊന്നും പൊളിച്ച് കളയണില്ല, പകരം റിനോവേഷൻ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാമെന്നാണ്. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ കട നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് റിനോവേഷൻ ചെയ്ത് എല്ലാ പണിയും കഴിഞ്ഞ് കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് ആ കട തിരിച്ചു കിട്ടി. ഇപ്പോൾ കടയിലാണ് എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യണത്. പിന്നീട് ഇതാണ് എൻ്റെ സാക്ഷ്യം. പിന്നെ ഉടമ്പടിയിലൂടെ എനിക്ക് ഒരുപാട് ക്ഷമിക്കാനുള്ള കൃപ കിട്ടി. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടിയിലൂടെ അതൊക്കെ എനിക്ക് കുറഞ്ഞ് മാറിക്കിട്ടാനായിട്ട് സാധിച്ചു. പിന്നെ കുർബാന ഞാൻ ഒരിക്കലും മുടക്കാറില്ല. കുർബാന ഞങ്ങൾക്ക് ഓർത്തഡോക്സുകാർക്ക് ഞായറാഴ്ച മാത്രമേ കുർബാന ഉണ്ടാവുള്ളൂ. പിന്നെ വിശേഷ ദിവസങ്ങളിലും ഇട ദിവസങ്ങളിലും വല്ലപ്പോഴും ഉണ്ടാവുള്ളൂ. പക്ഷേ എല്ലാ കുർബാനയും മുടങ്ങാതെ ഞാൻ പങ്കെടുക്കും. പിന്നെ ബൈബിള് വായിക്കാനുള്ള കൃപ കിട്ടി. വളരെ കുറച്ചേ വായിക്കുള്ളൂ എങ്കിലും അത് അർത്ഥമറിഞ്ഞ് മനസ്സിലാക്കി വായിക്കാനായിട്ട് ശ്രമിച്ചു തുടങ്ങി. വൃദ്ധസദനങ്ങളിലും അതുപോലെ മറ്റും പോയി, ഹോസ്പിറ്റലുകളിലും ഞാൻ പോയി. എന്നെക്കൊണ്ട് ആവുന്ന സഹായം ഞാൻ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ പത്രം ഞാൻ തൈലം പൂശി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഓരോർക്കും കൊടുക്കുക. ആ കൊടുത്തവർക്ക് വേണ്ടി ഞാൻ അന്ന് വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ കിടക്കാറുള്ളത്.